ഇപ്പോൾ ഇടത് സഹയാത്രികനായ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ നമുക്കറിയാം ഈ ഇടതിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഭരണം നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമായൊരു ഘടകം തന്നെയാണ്. ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തിരിക്കുകയുമാണ്. അതാണോ ഈ വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നതിലൂടെ ഇടത് ഒക്കെ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഇടതുപക്ഷം 3.0 എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. മറ്റൊരു പ്രതിപക്ഷമോ ഇടതുപക്ഷത്തിനൊപ്പം ജനങ്ങളുടെ വിശ്വാസം നേടിയ ഒരു മുന്നണി കേരളത്തിലില്ല. അതൊരു വസ്തുതയാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസം പറഞ്ഞതിനകത്ത് തെറ്റിരിക്കുന്ന അദ്ദേഹം 30 വർഷമായിട്ട് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് അതിന് തലപ്പത്തിരിക്കുന്നു. 30 വർഷമായിട്ട് ഒരു വ്യക്തി ഒരു സമുദായം, കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സമുദായത്തിന്റെ തലപ്പത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ സമുദായ അംഗങ്ങളുടെ അക്സെപ്റ്റൻസ് പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നത്. ഏതെങ്കിലും ഒരു ആൾക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? SNDP യോഗത്തിന്റെ തലപ്പത്ത് ഏറ്റവും കൂടുതൽ ആളിരുന്നത് SNDP യോഗത്തിന്റെ പരിവർത്തനത്തിനും അതിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കും ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ള കുമാരനാശാൻ, ക്ഷമിക്കണം, അതെ. അപ്പൊ അവരെ പോലുള്ള മഹാന്മാരിരുന്ന കസേരയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നത് 10-17 വർഷം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. 30 വർഷം ഇദ്ദേഹം ഇരിക്കുക എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജനസമ്മതി അല്ലെങ്കിൽ അദ്ദേഹം സമുദായത്തിന്റെ സമ്മതി അതൊരു വലിയ രീതിയിൽ അതിനെ പുകഴ്ത്തിക്കൊണ്ട് കൃത്യമായി ആ വസ്തുതകൾ പറയുന്ന വി എൻ വാസവൻ അത് വോട്ടിന് വേണ്ടിയിട്ടാണ്, അടുത്ത വർഷം ഭരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് തെറ്റാണ്. കാരണം വെച്ചാല് ഒരു SNDP യോഗത്തിന്റെ പ്രസിഡന്റിനെ പുകഴ്ത്തി വോട്ട് മേടിക്കത്തക്ക രീതിയിലുള്ള ജനസമ്മതി മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരിനുള്ളത്. LDF എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നതും ഏറ്റവും കൂടുതൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മുന്നണിയും സർക്കാരുമാണ്. അപ്പൊ ആ ഗവൺമെന്റിനോടൊപ്പം ആ ഗവൺമെന്റിന്റെ നല്ല വശങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സർക്കാരിനൊപ്പം SNDP യോഗവും NSS ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ സാമുദായിക സംഘടനകളും മതേതരത്തിൽ വീക്ഷിക്കുന്ന ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് അണിഞ്ഞേരുന്നതിൽ അതിന് എന്താണ് ഇത്ര അത്ഭുതമുണ്ട്? അതുകൊണ്ട് ഇപ്പൊ 3ാം വട്ടം ഭരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പുകഴ്ത്തലായിട്ട് അതിനെ ചെറുതായി കാണുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കേരളം എന്ന് പറയുന്നത് വിവേചന ബുദ്ധിയുള്ള ജനങ്ങളുടെ ഒരു നാടാണ്. ഏതെല്ലാം രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും സത്യം കണ്ടെത്തി അതിന് അനുകൂലമായി ഇത് എഴുതുന്നൊരു പൊതുസമൂഹമാണ് നമ്മുടേത്. അതിന്റെ ഏറ്റവും വലിയ തെളിവില്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിനു മുമ്പുള്ള 2019 2020 2021 തുടക്കത്തിലെയും കേരളം കേട്ടുകൊണ്ടിരുന്ന അഴിമതി ആരോപണങ്ങളും കള്ളക്കഥകളും സ്വർണ്ണക്കടത്ത് പോലെയുള്ള അസംഭാവ്യമായ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അസംബന്ധമായ ആരോപണങ്ങളുടെയൊക്കെ തിരയിളക്കങ്ങളല്ലായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വസ്തുതകളെ മനസ്സിലാക്കി ജനത്തിന് ബോധ്യമായ രീതിയിൽ തന്നെ അവർ വോട്ട് ചെയ്തു. അവര് LDF സർക്കാരിന് 8 സീറ്റ് അധികം നൽകിക്കൊണ്ട് 99 സീറ്റിലേക്ക് വിജയിക്കേണ്ട സാഹചര്യം ഒരുക്കി കൊടുത്തു. 2ാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറി. അതിനുശേഷം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും കൈത്താങ്ങലുകളും അതുപോലെ തന്നെ കേരളത്തിലെ ക്രമസമാധാന നില പിടിച്ചു നിർത്തുന്നതിലും എല്ലാ വിഷയത്തിലും എല്ലാ സെഗ്മെന്റുകളിലും ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണുള്ളവരും കേരളത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു അംഗീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചത് LDF സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ്. അപ്പൊ അതുകൊണ്ട് SNDP യോഗം യോഗത്തിൽ ജനറൽ സെക്രട്ടറിയെ പുകഴ്ത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ SNDP യോഗത്തിന്റെ വർക്കല ശിവരിൽ നടന്നൊരു പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാനം അത് അംഗീകരിച്ചുകൊണ്ട് നടത്തിയ യഥാർത്ഥ വസ്തുതകളെ വിലയിരുത്തുന്നതിനെ ഒരിക്കലും ഒരു ഭരണത്തിലേറാൻ വേണ്ടിയിട്ടുള്ള പുകഴ്ത്തലായിട്ട് കാണണ്ട. ഭരണത്തിലേറാനായിട്ട് ജനങ്ങളുടെ ഒപ്പം SNDP വിശ്വാസികളുടെയും NSSന്റെ വിശ്വാസികളുടെയും ക്രിസ്ത്യൻ സമൂഹത്തിന്റെയും ഇതിലൊന്നും വിശ്വസിക്കാത്ത നിഷ്പക്ഷ ജനസമൂഹത്തിന്റെ എല്ലാം പിന്തുണയോടുകൂടി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിന്റെ തെളിവാണ് ഒരു പരിധിവരെ ഇതുപോലുള്ള സമുദായ സംഘടനകൾ ഈ സർക്കാരിനെ അനുകൂലിച്ച് മുന്നോട്ട് പോകുന്നത്. അതാണ് അതിന്റെ വസ്തുത. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അടുത്ത 2026 ഒരുപക്ഷെ 2020 വലിയൊരു വിജയത്തിലേക്ക് LDF സർക്കാർ വരും. അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതിനെ നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ ചെറുതായി കാണണ്ട, അങ്ങനെ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം. ഈ ഒരു കാര്യം ഇത്തരത്തിൽ ചർച്ചയാകാനുണ്ടായൊരു സംഭവം എന്ന് പറയുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലടക്കം ഈ SNDPയും NSSന്റെയും ഒരു പിന്തുണ അത് ഇടത് സർക്കാരിന് ലഭിച്ചതും അതിന് പിന്നാലെ വരുന്ന ഈ ഒരു വെള്ളാപ്പള്ളി പുകഴ്ത്തുന്ന ഒരു കാര്യമൊക്കെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഈ സാമുദായിക സംഘടനകളെ ചേർത്ത് പിടിക്കുന്നിടത്താണ് ഈ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമാണോ ഇതെന്നുള്ളൊരു ചർച്ച ഉയരുന്നത്. അങ്ങനെയല്ല.
സമുദായ സംഘടനകൾ സർക്കാരിന്റെ നയത്തിനോടൊപ്പം ചേരുക ഇത് ശരിയെന്ന് തോന്നുന്ന വർഷത്തേക്ക് അവർ വന്നതാ. അല്ലാതെ കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ രാജ്യങ്ങളുടെ നേതാക്കന്മാർ പോയിട്ട് ഞങ്ങളോടൊപ്പം ചേരണം എന്ന് പറഞ്ഞാൽ ചേരാൻ മാത്രം ബുദ്ധിശൂന്യനാണോ ഈ സമുദായ നേതാക്കന്മാർ? അവരെല്ലാം വലിയ രീതിയിലുള്ള പാരമ്പര്യമുള്ള ആ സമൂഹത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം തിരിച്ചറിയാവുന്ന നേതാക്കന്മാരില്ല. അല്ലാത്തവർ ആ സ്ഥാനത്തിരിക്കും. ഇപ്പൊ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരനാരായാലും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനായാലും അവര് ആ രീതിയിലുള്ള സുബോധം കൊണ്ടും അത് അനലൈസ് ചെയ്തുകൊണ്ടല്ലേ അവർ പിന്തുണച്ചത്. അവരുടെ അടുത്ത് ഏതെങ്കിലും LDFന്റെ നേതാവ് എന്നിട്ട് ഇത്ര നാൾ നിങ്ങൾ പോലെയല്ല അടുത്ത പ്രാവശ്യം ഞങ്ങളെ സഹായിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ തീരുമാനം എടുക്കത്തക്ക രീതിയിലുള്ള ബുദ്ധിശൂന്യരാണോ ഈ കേരളത്തിലെ പ്രബലമായ സമുദായങ്ങളുടെ നേതാക്കന്മാർ? ഒരിക്കലുമല്ല. അവർ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുകയും പുരോഗമനത്തോടൊപ്പം കേരളത്തിലെ വികസനത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമാവുകയും ചെയ്യുന്ന ഭരണം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് അവര് LDFനെ പിന്തുണയ്ക്കുന്നത്. അല്ലാണ്ട് അവരാരും ഏതെങ്കിലും ശുപാർശയുടെ പേരിൽ വന്ന് പിന്തുണയ്ക്കാൻ പറ്റും. അത് ആ സമുദായത്തിനോട് ഡീഗ്രേഡ് ചെയ്ത് നമ്മൾ കാണുന്നതിന് തുല്യമായിരിക്കും. അതല്ല അതിന്റെ വസ്തുത. അതുകൊണ്ട് തന്നെയല്ല മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരില്ലേ ഇപ്പൊ UDFന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ VD സതീശനുണ്ട്, അതിന്റെ KPCC പ്രസിഡന്റ് ഉണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, നമ്മുടെ അടൂർ പ്രകാശുണ്ട്. അവരെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. അവർക്ക് വേണമെങ്കിൽ പോയി ഈ കാര്യങ്ങളെല്ലാം തിരുത്തി ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ പറ്റും. എന്തുകൊണ്ട് അവരാരും പോകാതിരിക്കുന്ന? അവരെക്കാളും അവർ മറ്റുള്ളവരെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അത് ഈ സമുദായ നേതാക്കന്മാര് തിരിച്ചറിഞ്ഞതിന്റെ യാഥാർത്ഥ്യമാണ് അവർ അംഗീകരിച്ചത്. അവർക്കറിയാം അവിടെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. ഇപ്പൊ BJ കുര്യൻ സാറോ അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുന്ദരേഷോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ഫ്രാൻസിസ് ജോർജോ പോയതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല അവരെടുത്തിരിക്കുന്നത്. അവരാ സമുദായത്തിന്റെ വികാരമാണ് അവരെടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ ചെറുതായി കാണരുത്. അവരുടെ തീരുമാനങ്ങൾ സുദൃഢമാണ്. അത് സുരക്ഷിത കേരളത്തിന്, വികസന കേരളത്തിന് LDFനോടൊപ്പം നിൽക്കുക, അവരുടെ ആശയങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ടാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ കൊണ്ട് സുഖിപ്പിയിരുന്നോ അങ്ങനെയുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം അങ്ങനെയൊന്നും സൂചിപ്പിച്ചാൽ പിന്നെന്താ പറയുക, അതിനനുസരിച്ച് നീങ്ങുന്നവരല്ല പ്രബുദ്ധമായിട്ടുള്ള കേരളത്തിലെ സമുദായ നേതാക്കന്മാരും സമുദായ അംഗങ്ങളും സംഘടനകളും. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.